എല്ലാവർക്കും നമസ്തേ. ഇന്നലെ വളരെയേറെ ദാരുണമായ വേദനാജനകമായ ഒരു അപകടത്തെക്കുറിച്ചാണ് നമ്മൾ കേരളീയ സമൂഹമാകെ കേട്ടത്. അത് മറ്റൊന്നുമല്ല, കോഴിക്കോട് കൊയിലാണ്ടി കുറവങ്ങാട് മണപ്പുഴ ദേവീക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ രണ്ടാനകൾ ഇടഞ്ഞ് 3 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തെക്കുറിച്ചാണ് നമ്മളെല്ലാം കേട്ടത്. ഉത്സവത്തിന് എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന 2 ആനകൾ ഇടഞ്ഞ് അതിനിടയ്ക്കുണ്ടായ അപകടത്തിൽ 3 പേരുടെ വിലയേറിയ ജീവനാണ് നഷ്ടപ്പെട്ടത്. ഇത്തരം സംഭവങ്ങൾ നമുക്ക് ഒഴിവാക്കാവുന്നതല്ലേ? തീർച്ചയായും ഒഴിവാക്കാവുന്ന സംഭവങ്ങളാണ് ഇവയൊക്കെ. ക്ഷേത്രത്തിൽ ഉത്സവത്തിന് ഇതേപോലെ ആനകളെ എഴുന്നള്ളിച്ച് നിർത്തണമെന്ന് എന്താണ് ഇത്ര നിർബന്ധം? ദേവന്മാർ പറഞ്ഞിട്ടുണ്ടോ? ഈശ്വരന്മാർ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ ആനപ്പുറത്ത് എഴുന്നള്ളൂ എന്ന്? നമ്മള് പുരാണത്തില് ഒരു ദേവന്റെ വാഹനമായിട്ട് ആന അങ്ങനെ കാണുന്നില്ല. പുലി, അല്ലെ കടുവ, സിംഹം, ഇതേപോലുള്ള ജീവികളുടെ വാഹനത്തിൽ, ഇതേപോലുള്ള ജീവികളുടെ മുകളിൽ അതിനെ വാഹനമാക്കിക്കൊണ്ട് ദേവീദേവന്മാര് സഞ്ചരിക്കുന്നതായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട്. ആനപ്പുറത്ത് നടക്കാറുണ്ട് ദേവേന്ദ്രൻ, അതും വെള്ളാനയാണ്, ഐരാവതം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നാളെ ഈ പറയുമോ ആ ഭഗവതി ശേരാവാലിയാണ്, കടുവയുടെ പുറത്ത് നടക്കുന്നതാണ്, അല്ലെ സിംഹത്തിന്റെ പുറത്ത് നടക്കുന്നതാണ്, എഴുന്നള്ളിപ്പ് ഇനി മുതൽ സിംഹത്തിന്റെ പുറത്ത് മതി, അല്ലെങ്കിൽ കടുവയുടെ പുറത്ത് മതി എന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മൾ അയ്യപ്പൻ, നമുക്കറിയാം, ഞാൻ ഈ പന്തളത്തുകാരനാണ്. ഈ അയ്യപ്പൻ ഇവിടെ പുലിപ്പാലിന് പോയിട്ട് വന്നിട്ട് പുലിപ്പുറത്ത് കയറിയാണ് അയ്യപ്പൻ പന്തളത്ത് വന്നത്, ആ പാല് അമ്മയ്ക്ക് കൊടുക്കാനായിട്ട് എന്ന് പറഞ്ഞ് നാളെ തൊട്ട് പറയുമോ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ ഇനി എഴുന്നള്ളത്ത് നടത്തുന്നത് പുലിയുടെ പുറത്ത് വേണം എഴുന്നള്ളത്ത് നടത്തുന്നത് എന്ന് പറയുമോ? പറയില്ല. അപ്പം നമ്മൾ ഉത്സവം കൊഴുപ്പിക്കാൻ വേണ്ടി ആനയെ എഴുന്നള്ളിക്കുന്നു, ആനപ്പുറത്ത് എഴുന്നള്ളത്ത് നടത്തുന്നു എന്നല്ലാതെ ഈ തോളത്ത് വെച്ചുള്ള തണ്ടില് ഭഗവാന്മാരെ എഴുന്നള്ളിച്ചാൽ, ഭഗവതിമാരെ എഴുന്നള്ളിച്ചാൽ എന്താണ് കുഴപ്പം? അതുകൊണ്ട് ഭഗവാന്മാര് തൃപ്തരാകുന്നില്ലേ? ഇതൊക്കെ നമ്മൾ വരുത്തി വെക്കുന്ന അപകടങ്ങൾ തന്നെയാണ്. ഒഴിവാക്കാവുന്ന കാര്യങ്ങൾ കാലാനുസൃതമായിട്ട് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒഴിവാക്കണം. എത്രയോ ആചാരങ്ങൾ നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. പണ്ടത്തെ കാലാവസ്ഥയല്ല കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ളത്. ഇപ്പോൾ ഭൂരിഭാഗം, ഒരു ദിവസത്തിന്റെ ഭൂരിഭാഗം സമയങ്ങളിലും അസഹനീയമായ, മനുഷ്യർക്ക് പോലും സഹിക്കാൻ പറ്റാത്ത ചൂട് ഉള്ള ഒരു കാലാവസ്ഥയാണ്. ഈ ആനകളുടെ ശരീരപ്രകൃതം എങ്ങനെയാണ്? ആ ആനകളുടെ ശരീരപ്രകൃതം ആ കാട്ടിനിണങ്ങുന്ന കാലാവസ്ഥയ്ക്ക്, കാട്ടിലെ കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്ന രീതിയിൽ പരുവപ്പെടുത്തിയിരിക്കുന്ന ശരീരപ്രകൃതമാണ് ആനയുടേത്. ഈ അങ്ങനെയുള്ള ആന തിളച്ച ടാറില്, അല്ലെ ഇതുപോലുള്ള റോഡുകളിലൂടെ ഇതുങ്ങളെ എഴുന്നള്ളിക്കുക. ഈ മൃഗങ്ങൾക്കൊക്കെ പൊതുവെ ഭയമുള്ളതാണ് വലിയ വെടിയുടെ ശബ്ദങ്ങളൊക്കെ. ആനയെ എഴുന്നള്ളിച്ചിട്ട് അതിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് വെടിവെക്കുക, കമ്പം നടത്തുക, ഇതൊക്കെ അല്ലേ ഈ ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാക്കാൻ കാരണം? സത്യത്തിൽ ഇതിനെല്ലാം ഉത്തരവാദികൾ, ഓരോ മരണത്തിനും ഉത്തരവാദികൾ നമ്മൾ തന്നെയല്ലേ? ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന മരണങ്ങൾക്ക് കുറെ ആനപ്രേമികൾ ഇറങ്ങും. അപ്പോൾ ആനയുടെ എഴുന്നള്ളത്തിനെ നിരോധിക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ആനപ്രേമികൾ ഇറങ്ങും. അവക്കത്തില്ല, മറ്റത് മറിച്ചതാണെന്ന് പറഞ്ഞിറങ്ങും. ഇങ്ങനെ ചെയ്യേണ്ടപ്പോൾ തീർച്ചയായിട്ടും ഒരു അപകടം ഉണ്ടായാലും ഈ ആനപ്രേമികൾക്കെതിരെയാണ് കേസെടുക്കേണ്ടത്. എവിടെയെങ്കിലും ഒരു ഉത്സവം നടത്തി ആനപ്രേമികളെ മുന്നിൽ നിർത്തുക, ഈ ആനയടയുകയോ മതം ഇളകി ഓടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവരെ മുന്നിൽ ഇറക്കി നിർത്തിയിട്ട് ഇവര് ആനയെ നിയന്ത്രിക്കാൻ പറയുക. അപ്പോൾ അവരുടെ ആനപ്രേമം എവിടെ പോകും നമുക്ക് മനസ്സിലാക്കാം. ഇതൊന്നുമല്ല, കുറെ ആൾക്കാർ ഇറങ്ങും, ആനപ്രേമം പറഞ്ഞിറങ്ങും, പുലിപ്രേമം പറഞ്ഞിറങ്ങും, മൃഗസ്നേഹം പറഞ്ഞിറങ്ങും. ഇവരൊന്നും സമൂഹത്തിനോടുള്ള പ്രതിബദ്ധതയുള്ളവരല്ല. സമൂഹത്തിൽ എന്ത് സംഭവിച്ചാലും, ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടാലും അതിൽ കൂടിയുള്ള ഒരു ആനന്ദം കണ്ടെത്തി ഞങ്ങൾക്ക് സന്തോഷിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയിലുള്ള ആൾക്കാരാണ് അവരല്ല. അവര് യഥാർത്ഥ സാമൂഹ്യ ജീവികളെന്ന് അവരെ പറയാനൊക്കത്തില്ല. അതേപോലെ തന്നെ അഥവാ ആനകളെ എഴുന്നള്ളിക്കണം നിർബന്ധമാണെങ്കിൽ സന്ധ്യയ്ക്ക് ശേഷമല്ലാതെ ആനകളെ ഒരു കാരണവശാലും എഴുന്നള്ളിക്കാൻ അനുവാദം കൊടുക്കരുത്. എഴുന്നള്ളിക്കുന്നതിന് മുമ്പ് ആനയെ ശരീരം നന്നായി വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ ശരീരം തണുപ്പിച്ചതിന് ശേഷം മാത്രമേ
ആനയെ എഴുന്നള്ളിക്കാൻ പാടുള്ളൂ എന്നുള്ള കർശനമായിട്ടുള്ള നിലപാടും സർക്കാരും ബന്ധപ്പെട്ടവരും സ്വീകരിക്കുക. ആനപ്രേമികൾ കിടന്ന് ബേളം വെച്ചോട്ടെ, ആനപ്രേമികൾ തലകുത്തി മറിഞ്ഞോട്ടെ, എന്ത് ചെയ്തോട്ടെ, കോടതികളും ആനപ്രേമികളുടെ താളത്തിന് തുള്ളാൻ അവർക്ക് അനുകൂലമായിട്ട് ഒരിക്കലും വിധിക്കാൻ പാടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം മനുഷ്യജീവനാണ് ഏറ്റവും വലുത്, ഈ ആനകളുടെ ജീവനും വലുതാണ്. അത് കാരണം ആനകളെ എന്തിനിങ്ങനെ നാട്ടിൽ കൊണ്ടുവന്നിട്ട് ഈ ക്രൂരമായി പീഡിപ്പിക്കുന്നു? നമ്മളെ കൊണ്ട് പിടിച്ച് ഉൾക്കാട്ടിക്കൊണ്ടിട്ടാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഈ നാട്ടിൽ ജീവിച്ച് പരിചയിച്ച് നമ്മളെ പിടിച്ച് കൊടുങ്കാട്ടിൽ കൊണ്ടുവിട്ടാലുള്ള അവസ്ഥ എന്തായിരിക്കും? അതേ അനുഭവം തന്നെയാണ് ഈ കൊടും വനങ്ങളിൽ ജീവിക്കുന്ന ആനയെ പിടിച്ചു കൊണ്ടുവന്ന് ഈ നാട്ടിൽ കൊണ്ടിട്ട് മെരുക്കി അതിനിണങ്ങാത്ത പരിസ്ഥിതിയിൽ വളർത്തിയിട്ട് അത് സ്വാഭാവികമായിട്ടും അത് ചില സമയങ്ങളിൽ അന്നേരം അതിന് മതം ഇളകിയെന്നിരിക്കും, ഇടഞ്ഞെന്നിരിക്കും. അതിനെ നമുക്ക് കുറ്റം പറയാകത്തില്ല. ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ട് സർക്കാരും ബന്ധപ്പെട്ട് അധികൃതരും ആദ്യം ചെയ്യേണ്ട കാര്യം ഇത്തരം കാര്യങ്ങളിൽ കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക. ആനപ്രേമികളോ എന്തോ പ്രേമികളോ അവർ കിടന്ന് ബേളം വെക്കട്ടെ, തലകുത്തി മറിയട്ടെ എന്ന് സർക്കാർ അങ്ങ് തീരുമാനിക്കുക. ഒരു രീതിയിലും ഇത്തരക്കാരുടെ ബഹളങ്ങൾക്കും ഇത്തരക്കാരുടെ കുത്തിത്തിരിപ്പുകൾക്കും വഴങ്ങാതെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് അതോടൊപ്പം തന്നെ ഈ മൃഗങ്ങളുടെ ഇരുകാലി മൃഗങ്ങളുടെ ഈ ആനയെ ഉൾപ്പെടെയുള്ള മൃഗങ്ങളുടെ അവർക്കും നീതി നടപ്പാക്കുന്ന രീതിയിൽ അവർക്ക് ഉള്ള നിയമങ്ങളും നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. അതിനുവേണ്ടി ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചാൽ ജനങ്ങൾ ആരും എതിർക്കത്തില്ല, ജനങ്ങൾ അനുകൂലിക്കുകയുള്ളൂ. കാരണം ജനങ്ങൾ ഈ ഒരു കൂട്ടം ആനപ്രേമികളല്ല ഭൂരിപക്ഷം ജനങ്ങളും. ഭൂരിപക്ഷത്തിൻ്റെ താല്പര്യവും അഭിപ്രായവും മാനിച്ചുകൊണ്ടും ആകണം സർക്കാരുകൾ മുന്നോട്ട് പോകേണ്ടത്. ഇതിന് പല ക്ഷേത്രങ്ങളും അവർ കാണുന്നുണ്ടെങ്കിൽ ഈ ആചാരപരമായിട്ട് അവർ എഴുന്നള്ളത്ത് ആനപ്പുറത്ത് നടത്തിക്കൊണ്ടിരുന്നിട്ടുണ്ട്, അത് നമുക്കറിയാം. അത് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരുമായിട്ട് ചർച്ച നടത്തി അതിനും ഒരു പരിഹാരം കണ്ടിട്ട് അവരെ ബോധവൽക്കരിച്ച് അത് നമ്മുടെ ഈ കാര്യകാരണങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് അവരെയും ഈ അനുകൂലമായിട്ട് കൊണ്ടുവരാൻ സർക്കാർ ശ്രമിക്കുക. അങ്ങനെയുള്ളപ്പോൾ തീർച്ചയായും എല്ലാ ക്ഷേത്രങ്ങളും ഇത് അനുകൂലിക്കും. അത് തന്നെയല്ല, ഒരു തോളത്ത് തണ്ടിന്മേൽ ഈശ്വരന്മാരെ എഴുന്നള്ളിക്കുന്നതിൻ്റെ ചെലവും ഇന്നത്തെ കാലത്ത് ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്നതിനെക്കാട്ടിൽ വളരെയേറെ കുറവാണ്. ക്ഷേത്രങ്ങൾക്ക് സാമ്പത്തിക ബാധ്യത പോലും വളരെയേറെ കുറയുന്ന ഒരു സാഹചര്യമായിരിക്കും ഈ ആനപ്പുറത്തുള്ള എഴുന്നള്ളിപ്പുകൾ ഒഴിവാക്കുന്നതിലൂടെ സംഭവിക്കുന്നത്. ഇതും ഈ നല്ലൊരു നിയമം, ഇതേപോലെ ശക്തമായ നിയമം വന്നു കഴിഞ്ഞാൽ ഈ ചില ക്ഷേത്രത്തിലെ യാഥാസ്ഥിതികരുണ്ട് ചില പ്രദേശങ്ങളിൽ. അവർ പറയും, എൻ്റെ ചെറുപ്പത്തിൽ തൊട്ടല്ലേ എൻ്റെ അപ്പനപ്പൂപ്പന്മാരുടെ കാലം തൊട്ട് ആനപ്പുറത്തായിരുന്നു എഴുന്നള്ളിച്ചുകൊണ്ടിരുന്ന ആചാരം, അത് തുടർന്നേ ഒക്കത്തുള്ളൂ, തണ്ടയിൽ പാടില്ലെന്ന് പറയുന്നവർ പോലും ഇങ്ങനെ ഒരു നിയമം വന്നാൽ അതിനെ അനുസരിച്ച് അവരും നിലപാടുകളും മാറ്റും എന്നുള്ള കാര്യവും ഉറപ്പാണ്. അവരും കടുംപിടുത്തവുമായിട്ടിരിക്കത്തില്ല. കാരണം അവർക്ക് മനസ്സിലാവും നിയമം കർശനമായി കഴിഞ്ഞാൽ അവരുടെ കടുംപിടുത്തം നടക്കത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവരും ഇത്തരം മാറ്റങ്ങളെ അനുകൂലിക്കും. കാരണം കാലാനുസൃതമായിട്ട് വരേണ്ട മാറ്റങ്ങൾ മാറ്റുക. മറ്റുള്ള ആചാരങ്ങൾ, ക്ഷേത്രാചാരങ്ങൾ മാറ്റുന്നത് പോലെയല്ല ഇത്തരം എഴുന്നള്ളിപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട ആചാരങ്ങൾ മാറ്റുന്നത്. അതുകൊണ്ട് എല്ലാ ഈ ക്ഷേത്രവിശ്വാസികളായിട്ടുള്ള നമ്മൾ ഹിന്ദു സമാജം, സനാതന ധർമ്മ വിശ്വാസികളും ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുക, ഹൈന്ദവ വിശ്വാസികൾ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. ഭാവിയിൽ ഇതേപോലുള്ള അപകടങ്ങളും ദുരന്തങ്ങളും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒത്തൊരുമിച്ച് ക്ഷേത്രവിശ്വാസികളും അധികാരികളും ഉൾപ്പെടെ പ്രവർത്തിച്ചാൽ ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാവുകയില്ല. കുടുംബങ്ങളുടെ കണ്ണുകൾ നനയുകയില്ല. അതിനുള്ള വിവേകവും ബുദ്ധിയും ഉപയോഗിക്കുക, വിവേകപൂർവം പ്രവർത്തിക്കുക എന്ന് മാത്രമാണ് ഈ ഒരു സംഭവത്തെക്കുറിച്ച്, ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളെക്കുറിച്ച് എനിക്ക്
പ്രിയപ്പെട്ട വിശ്വാസികളോട് പറയാനുള്ളത്, എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ബെൽ ബട്ടണും അമർത്തുക.